നിവിൻ പുറത്താകാൻ പ്രധാനപ്പെട്ട കാരണക്കാരിയായത് നൂറയാണ്. നൂറ ഇതുവരെ ആ ബിഗ് ബോസ് വീട്ടിൽ വാ തുറന്ന് ഉച്ചത്തിൽ സംസാരിക്കുന്ന ഇതുവരെ കേട്ടിട്ടില്ല. ആദ്യമായാണ് ഇത്രയും ഉച്ചത്തിൽ സംസാരിക്കുന്ന ഒരു നൂറേനെ കാണുന്നത്. നിനക്ക് ഗട്ട്സ് ഉണ്ട് ഇറങ്ങിപ്പോടാം, നീ പറഞ്ഞത് ചെയ്ത് കാണിക്കടാ, നിനക്ക് ഗട്ട്സ് ഉണ്ട് നീ ഇറങ്ങിപ്പോടാന്ന് നെവിൻ്റെ അടുത്ത് പറയുന്നു. അതുമാത്രമല്ല, ഇന്നലെയും നൂറ പറയുന്നുണ്ട് നെവിൻ ഇറങ്ങിപ്പോയിട്ട് മാത്രമേ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിപ്പോകത്തുള്ളൂ എന്ന്. നെവിനെതിരെ ആദിലയ്ക്കും നൂറയ്ക്കും എന്താണ് പ്രശ്നമുള്ളത് എന്ന് ഇതുവരെ നമ്മൾ ഈ ഒരു ബിഗ് ബോസ് വീട്ടിൽ അവർ തമ്മിലൊരു പ്രശ്നം ഉണ്ടാകുന്നത് അങ്ങനെ അധികം കണ്ടിട്ടില്ല. അതാണ് എല്ലാവരും അത്ഭുതപ്പെട്ടു പോയത്. ഇവർ തമ്മിൽ എന്താണ് പ്രധാനപ്പെട്ട വിഷയം എന്ന് ആർക്കും അറിയത്തില്ല. അതാണ് ഇപ്പോൾ അവിടെ ചർച്ച ആയിക്കൊണ്ടിരിക്കുന്നതും. ഇവർ തമ്മിൽ എന്താണ് പ്രശ്നമെന്നാണ് ഇപ്പോൾ അവിടെ എല്ലാവരും സംസാരിക്കുന്നത് തന്നെ. ഒരുപക്ഷെ നെവിനെ അവിടെ ബാക്കി വീട്ടുകാരെല്ലാവരും കൂടെ കൺവിൻസ് ചെയ്ത് നീ പോകരുത് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ പോകാതിരുന്നേനെ. പക്ഷേ നൂറ ആ ഒരു ഒറ്റ ഡയലോഗ് അടിച്ചുകൊണ്ടാണ് നെവിന് വേറൊരു ഓപ്ഷൻ ഇല്ലാതായിപ്പോയത്. നിനക്ക് ഗട്ട്സ് ഉണ്ടെങ്കിൽ നീ ചെയ്ത് കാണിക്കണം, നീ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞതുകൊണ്ട് നെവിന് പറഞ്ഞ വാക്ക് പിൻവലിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്കായിപ്പോയി. നെവിൻ പക്ക മണ്ടത്തരമാണ് കാണിച്ചത്. മണ്ടത്തരം എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ വരുന്ന വീക്കെൻഡ് എപ്പിസോഡിൽ തിരിച്ച് കയറ്റിയില്ലെങ്കിൽ പക്ക മണ്ടത്തരമാണ് കാണിച്ചത്. കാരണം ടോപ്പ് 5 എത്താൻ വളരെയധികം സാധ്യത ഉണ്ടായിരുന്ന ഒരു മത്സരാർത്ഥിയായിരുന്നു. എല്ലാം കളഞ്ഞ് കുളിച്ചിരിക്കുകയാണ്. സ്വന്തം കുഴി തന്നെ തോണ്ടി എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ തൂമ്പ കൊണ്ട കൊടുത്തത് നൂറയാണെന്നും വേണമെങ്കിൽ പറയാം. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ? നിങ്ങൾക്ക് ഈ ഒരു വിഷയത്തിൽ അഭിപ്രായം എന്താണെന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നെവിൻ ആ വീട്ടിൽ തുടരാൻ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നോ? താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.